Align Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. അറേബ്യൻ കിച്ചൺ മാജിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട്? അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളുടെ കണ്ടസ്റ്റൻസിൻ്റെ ആത്മാർത്ഥതയാണ്. സത്യത്തിൽ ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ് അവർ ഓരോരുത്തരും വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ഒരുപാട് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് അവർക്ക് ആ ഫുഡിനോടുള്ളൊരു പാഷനാണ് അവരുടെ ഓരോ വിഭവങ്ങളും അവർ തയ്യാറാക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം. ഒരു പക്ഷേ ജഡ്ജിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരെല്ലാം ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കയറുന്നതെന്ന് പറയാൻ പറ്റാത്ത അത്രയും നൈപുണ്യമാണ് ഓരോ കണ്ടസ്റ്റൻസും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാചക പരീക്ഷണങ്ങൾ കാണാനുള്ളൊരു അവസരവും കൂടിയാണിത്. എന്തായാലും ഞാനിത് നന്നായി ആസ്വദിക്കുന്നുണ്ട്, നിങ്ങളും അതുപോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം പറയുകയാണ്. നമ്മളുടെ 2 പുതിയ കണ്ടസ്റ്റൻസുമായി അവരുടെ വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ട് അവർ തയ്യാറായി നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളത് കാണുക, ആസ്വദിക്കുക. ഫസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കിബ്ബെ. ഇതിന് കുബ്ബെ എന്നും പറയും. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. പക്ഷേ UAE മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അറബിക്സിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ആദ്യമായിട്ട് വേണ്ടത് വീറ്റാണ്, നുറുക്ക് ഗോതമ്പ്. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് മിൻസാണ്. ഇത് മട്ടൺ മിൻസാണ്, കീമ. പിന്നെ വേണ്ടത് ഓണിയൻ, ടൊമാറ്റോ, പുതിന, ഗാർലിക്, പിന്നെ സ്പൈസസ്, ഓൾ സ്പൈസസ് ഉണ്ട്, ഓയിൽ. 3 ഐറ്റംസാണ് ഇതിന് വേണ്ടത്. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ആദ്യം നുറുക്ക് ഗോതമ്പ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് അതും കീമ, ഏത് കീമയാണ് യൂസ് ചെയ്യുന്നത്, ഏത് കീമയും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മട്ടൻ്റെ കീമയാണ്. അപ്പോൾ അതും മട്ടൻ്റെ കീമയും ഗോതമ്പ് ഫ്ലേക്സും പിന്നെ ഒരു ഓണിയൻ, സ്മോൾ ഓണിയൻ മതി, അതും ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി ഒരു പിഞ്ച് മതി ജീരകപ്പൊടി, ദെൻ പെപ്പർ പൗഡറും കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. കറി പൗഡർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഒരു ക്രഷ് ചെയ്താലും മതി, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഡഫ് റെഡിയാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടത് പറയാം. മട്ടൺ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓണിയൻ സോട്ട് ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. കുറച്ച് ഗാർലിക്ക്, 1 പൗണ്ട് ഗാർലിക്ക് മതി. അതിനുശേഷം ഒരു ഹാഫ് ടൊമാറ്റോ മതി, 1ൻ്റെ പകുതി മതി. ഫ്ലെയിം ഒന്ന് കൂട്ടാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കീമ മട്ടൺ, അതായത് മട്ടൺ നന്നായിട്ട് മിൻസ് ചെയ്തതാണ്. 1 കപ്പ് മട്ടനാണ് നമ്മളെടുത്തിട്ടുള്ളത്, മിൻസ്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി സോട്ടായി കൊണ്ടിരിക്കുന്നുണ്ട്. ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 1/4 ടീസ്പൂണ് ആഡ് ചെയ്യുക. ഒരു പിഞ്ച് ചില്ലി പൗഡർ, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും, ഗരം മസാല കുറച്ച്, ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് എന്ന് പറയാം കറി പൗഡർ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് സോട്ടാവുന്നുണ്ട്. യൂഷ്വലി അറബ്സ് അധികം എരിവൊന്നും യൂസ് ചെയ്യാത്തവരാണ്.
അതുകൊണ്ട് ചില്ലി പൗഡറൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല. മട്ടൺ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പുതിന ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി, അധികം വേണ്ട. അങ്ങനെ ഫില്ലിങ്സ് റെഡിയായി. നമ്മൾ നേരത്തെ പറഞ്ഞ നുറുക്ക് ഗോതമ്പും മട്ടനുള്ള മിശ്രിതം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതാണ്. ഇത് എന്നിട്ട് റോൾ ചെയ്യാം. നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കാം. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറക്കാം. കുബ്ബയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പമ്പരം പോലെയാണ്. ഈ ഷേപ്പിലാണ് നമ്മളെല്ലാതും ചെയ്യേണ്ടത്. കുബ്ബ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് നോക്കാം. ഹലോ, എന്തൊക്കെയാണ് പരിപാടി? ഇത് മറ്റേ വീറ്റ് അല്ലേ? ഇവിടെ ഫ്ലേക്സ്. അത് യമൻ ഫുഡാണ്. UAE മോസ്റ്റ്ലി എല്ലാ അറബ്സും യൂസ് ചെയ്യുന്നത്. ഈ ഫലാഫൽ പോലെ തന്നെയുള്ള ഒരു മെയിൻ സ്നാക്കാണ്. നേരത്തെ ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട് വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആ ഷേപ്പൊക്കെ കാണുമ്പോൾ അറിയാം ഈ ഒരു ഫെമിലിയാരിറ്റി. പമ്പരത്തിന്റെ അല്ലേ? അതാണ് പറയല്. കറക്റ്റ് ആയിട്ടത് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ ഒന്ന് സെറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ 2 ഐറ്റം എന്തൊക്കെയാണ്? പിന്നുള്ളത് ഒന്ന് മുത്തബാക്ക്, പിന്നെ മുത്തബാക്ക് നാട്ടിലെവിടെയാ സ്ഥലം? ഞാൻ ശരിക്ക് പെരിന്തൽമണ്ണയാണ്. കല്യാണം കഴിച്ചിട്ടുള്ള ചാവക്കട. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 8 വർഷമായി. ഓക്കെ, 8 വർഷമായി അല്ലേ? അപ്പൊ എവിടെയാണ് ശരിക്കും? ദുബായ് ആണോ? ഇവിടെ തന്നെയാണ്, അജ്മാനിൽ തന്നെയാണ്. ജസ്റ്റ് നിയർ ബൈ. അടുക്കളയെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ കിച്ചൺ അടിപൊളിയല്ലേ? ഗ്രീൻ ഫാമിന്റെ ആണ് അല്ലേ? ഗ്രീൻ ഫാമിന്റെ എല്ലാ ടൈപ്പ് അരിയും ഉണ്ടല്ലോ. പാലക്കാട്, ബസ്മതി, അവർക്ക് എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. കിച്ചൺ വളരെ ഉഷാറ്. പോരാത്തിന് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഫെൽട്രോണിന്റെ ആണ് അല്ലേ? അടുപ്പ്, ഓവൻ ആൻഡ് മിക്സി, എവറിത്തിങ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജോലി നമുക്ക് അത്ര വീട് പോലെ സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളെല്ലാം ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതല്ലേ? നന്നായിട്ട് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ സ്നാക്ക് ചെയ്യാൻ പോകുന്നത് മുത്തബാക്ക്. ഇതൊരു യമൻ ഫുഡാണ് ആക്ച്വലി. പക്ഷേ നോർമലി എല്ലാ രാജ്യക്കാരും ഇത് യൂസ് ചെയ്യും. യൂഷ്വലി അറബ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്, മുത്തബാക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഡോ ഉണ്ടാക്കിയിട്ട്, മൈദ കൊണ്ട് ഡോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മിൻസിൻ്റെ ഫില്ലിങ് നിറക്കുകയാണ്. ഏത് തരം മീറ്റ്സും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ മീറ്റ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് മൈദയും മുട്ടയും വെള്ളം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഡഫ് റെഡിയാക്കാം. അതിന് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. പിന്നെ ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് മിനിമം, മാക്സിമം 1 അവർ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഓയിലിൽ ഇട്ട് വെച്ചാൽ ഇങ്ങനെ ബോൾസ് കുറച്ച് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മുത്തബാക്കിൻ്റെ ലെയർ നന്നായിട്ട് കിട്ടും, തിൻ ലെയറായിട്ട്. നമ്മളിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് സോട്ട് ചെയ്യാം. ആ പച്ചച്ചോവ ഒന്ന് മാറിയാൽ മതി ജസ്റ്റ്. അതിന് ശേഷം കുറച്ച് ഗാർലിക്ക്, 1 ടീസ്പൂൺ ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. 3 ടൈപ്സ് ഓഫ് ക്യാപ്സിക്കം, കുറച്ച് സോൾട്ട് ഇടാം. അതിന് ശേഷം ടൊമാറ്റോ ഒരു ഹാഫ് മതി, ഫുള്ള് വേണമെന്നില്ല. അപ്പോൾ ലെയർ വൈസ് കിട്ടുമ്പോൾ നല്ല കളർഫുൾ ലെയറായിട്ട് കിട്ടും. നമുക്ക് മീറ്റ് ചേർക്കാം. ചിക്കൻ, അറബ്സ് മെയിനായിട്ട് എല്ലാം മിൻസാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ആയാലും ബീഫായാലും മട്ടൺ ആയാലും ഒക്കെ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ മിൻസാണ് യൂസ് ചെയ്യാറ്.
ഞങ്ങൾക്ക് സ്പൈസസുകൾ ചേർക്കാം. ആദ്യമായിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതാണ് അവരുടെ മെയിൻ സ്പൈസ് എന്ന് പറയുന്നത്. ചെറിയ ജീരകം നന്നായിട്ട് എല്ലാ ഫുഡിലും യൂസ് ചെയ്യുന്നുണ്ട്. പെപ്പർ പൗഡർ, ഓൾ സ്പൈസ് മസാല, ഗരം മസാല, കുറച്ച് ഒരു പിഞ്ച് മതി. മസാല അധികം അവർ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യാം. ചിക്കൻ കാണുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചിക്കിയിട്ട് പൊരിക്കണ പോലെ തോന്നും. നന്നായി സോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ടയും ചീസും ഗ്രീൻ ഓണിയൻ എന്ന് പറഞ്ഞല്ലോ, അതും കൂടെ നന്നായിട്ട് മിക്സാക്കിയ ഒരു മിശ്രിതമാണത്. ഇതിലോട്ട് ഈ ചിക്കൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് ലൈം ജ്യൂസ്, അധികം ആവശ്യമില്ല, ലിറ്റിൽ ബിറ്റ്. നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഈ മിക്സ് ചൂടാറിയതിന് ശേഷം ഇതിൽ കൊഴിക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാവ് നന്നായിട്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ട് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് ഇതിൽ ചിക്കൻ മിക്സ് ആഡ് ചെയ്യണം. ചിക്കനും ചീസും എല്ലാം ഉള്ള മിക്സ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ചൂടായിട്ടുള്ള തവയിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ചപ്പാത്തി ആഡ് ചെയ്യാം. ഓക്കെ ബീഗം, യെസ്, ഓൾമോസ്റ്റ് സെറ്റ് അല്ലേ? ഒരു ഡിഷും കൂടെ ഉണ്ട്. ഒരു ഡിഷും കൂടെ ഉണ്ടോ? സമയം ഏതാണ്ട് തീർന്നു. എല്ലാ മസാല പൗഡേഴ്സും സെൽഫ് മെയ്ഡ് ആണല്ലോ അല്ലേ? ഇത് മല്ലിപ്പൊടി ഈ മിഡിൽ ഈസ്റ്റ് കുക്കിംഗ് ചില ഭാഗത്തൊക്കെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കാറുള്ളൂ, അധികം യൂസ് ചെയ്യില്ല. പിന്നെ പൈനട്ട്സ് ഉണ്ട്, ഇത് ഓൾ സ്പൈസ് പൗഡർ, ക്യുമിൻ പൗഡറാണ് മെയിൻ. അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മളുടെ തലശ്ശേരി വിഭവങ്ങളൊക്കെ പോലെ തന്നെ ഉണ്ട്. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലും ഉണ്ട് ഈ സാധനം. പക്ഷെ നമ്മൾ വേറെ ഫില്ലിങ്സ്, അതെ, ഫില്ലിങ്ങിന്റെ ഡിഫറൻസ് ഇൻ ഫില്ലിങ് ആൻഡ് മസാലാസ് അല്ലേ, ആ ഫ്ലേവർ. പിന്നെ ഇവരധികം എരിവും അതൊന്നുമില്ല, അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാമല്ലോ. എന്തായാലും ഇനി സമയം ഞാൻ അധികം കളയുന്നത്, നിങ്ങളുടെ ടൈം ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പ് സമയം ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നേരത്തെ നമ്മൾ കിബ് റെഡിയാക്കി ഉണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് മറിച്ചിടാനുള്ള ടൈം ആയിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ അറബിക് സ്നാക്ക് പറയാൻ പോവാണ്, ഫത്തേർ. ഇത് അറബ്സ് അതുപോലെ തന്നെ മറ്റുള്ള ഡിഷ് പോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് ബേക്കിങ്ങിലൂടെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ആദ്യമായിട്ട് മൈദയും, എത്ര കപ്പാണോ മൈദ എടുക്കണം അത്ര കപ്പ് തന്നെ നമ്മൾ മിൻസ് എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഡഫ് റെഡിയാക്കാം. മൈദ, കുറച്ച് ഈസ്റ്റ് വേണം, ഷുഗർ, സോൾട്ട്, ഓയിൽ എല്ലാം നന്നായിട്ട് ഇട്ടിട്ട് ഡഫ് റെഡിയാക്കണം. എന്നിട്ടൊരു 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കണം. ക്ലിങ് ഫിലിം യൂസ് ചെയ്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ഡാർക്ക് റൂമിൽ വെക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചാൽ മതി, അപ്പോൾ വേഗം പൊങ്ങി വരും. അതിൻ്റെ ഡഫാണിത്, ഫത്തേർ. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മീറ്റ് ഫില്ല് ചെയ്യുക. മീറ്റ് വെച്ചാൽ ഏത് തരം മീറ്റും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബീഫാണ്. അങ്ങനെ ബീഫും ഓണിയനും ക്യാപ്സിക്കം എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാരിനേറ്റ് ചെയ്യുക നന്നായിട്ട്. പിന്നെ എല്ലാ സ്പൈസസും, ക്യുമിൻ പൗഡർ, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, എല്ലാ സ്പൈസസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സാണിത്. ഇത് നമ്മൾ ഇതിൽ ലെയർ ഔട്ട് ചെയ്തിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാം, ഫ്രൈയും ചെയ്യാം. 2 വിധവും ചെയ്യാം. ഞാനിപ്പോൾ ബേക്കും ചെയ്യുന്നുണ്ട്, ഫ്രൈയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ മീറ്റ് ഫില്ലിങ് വെക്കണം. ഈ മാവ് നന്നായി പരത്തേണ്ട, സിമ്പിളായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഷേപ്പിലാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൈൻ നട്ട്സ്,
അറബിക്സ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സാധനമാണ് പൈൻ നട്ട്സ്. നമ്മൾ നാട്ടിലൊന്നും കിട്ടാത്തതാണ്. ഫത്തേർ മോസ്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഡിഷ് മാറ്റിയിടാം. ഫത്തേർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് 10 മിനിറ്റ് 260 ഡിഗ്രി സെൽഷ്യസിൽ 10 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇന്ന് ഞാനിവിടെ അറബിക് കിച്ചൺ മാജിക്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഫലാഫിലാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. കടല, ഇത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടത് കുതിർത്തതാണ്. ഇത് മല്ലിയില, പാഴ്സ്ലി രണ്ടും ചെറുതായി അരിഞ്ഞതാണ്. ഓണിയൻ ചെറുതായി ചോപ്പ് ചെയ്തതാണ്. 2 ഗാർലിക്, 1 സ്പൂൺ ക്യുമിൻ, ജീരകം, കുറച്ച് മുളക് പൊടി, ഉപ്പ്, ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് കുറേശ്ശെയായി ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഷവർമയാണ്. അതിലേക്ക് ആദ്യം നമുക്ക് ഒരു ഡൗ ഉണ്ടാക്കണം, അതായത് ഷവർമയുടെ ഷീറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിരിക്കുന്നത്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ, മിൽക്ക്, എഗ്ഗ്. മൈദയിൽ ഉപ്പും എഗ്ഗും അതുപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി കുഴയ്ക്കുക. 1 ഗ്ലാസ് പാലെടുത്ത് അതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഈസ്റ്റ് ആദ്യം അതിലേക്ക് ഒന്ന് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഡൗവിലോട്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്ത് അത് ഒരു 2 മണിക്കൂർ നേരം വെക്കുക. 2 മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിങ് വെച്ച് അടച്ച് ഓവനിൽ ലൈറ്റ് മാത്രം ഇട്ട് വെച്ചതായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ഇങ്ങനെ കിട്ടി. നമുക്ക് ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയായിട്ടെടുത്ത് പരത്തി ചുട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് ചപ്പാത്തി പരത്തും പോലെ ഞാനൊരു ഷവർമ ഉണ്ടാക്കാനുള്ള ഹോം മെയ്ഡ് ഷവർമ. ഇവിടെ വേറെയും ഒരു കണ്ടസ്റ്റന്റ് ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല. എന്താ അറിയോ, ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴും ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരേ റെസിപ്പി തന്നെ പല രീതിയിൽ ചെയ്യാമല്ലോ. പല ആൾക്കാരും പല രീതിയിലാണ്. പിന്നെന്തൊക്കെയാണ്? 1 is ഷവർമ, 1 ഫലാഫിൽ, ഡംപ്ലിങ്സ്. സ്റ്റഫിങ് എന്തായിരിക്കും? ഡംപ്ലിങ്സ് ആക്ച്വലി സ്റ്റഫിംഗ് ആണ്, വിത്തൗട്ട് സ്റ്റഫിംഗ് ആണ്. വിത്ത് മീൻസ് ഷുഗർ സിറപ്പ് ഓർ ഹണി. അതാണ് ഞാൻ. ഓക്കെ. പിന്നെ നിങ്ങളിവിടെ ഗൾഫിൽ വന്നിട്ട് എത്ര നാളെ? ഞാനിവിടെ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. റീസെൻ്റ് ആണ്. അപ്പോൾ നാട്ടിൽ എവിടെയാ സ്ഥലം? നാട്ടിൽ തൃശ്ശൂർ, ചാവക്കാട്. ഇവിടെ കൂടുതൽ ആൾക്കാരും തൃശ്ശൂർ, ഗുരുവായൂർ വർക്കിംഗ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുകയാണ് അല്ലേ? അതെ. ഞാൻ ശരിക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇല്ല, ഇപ്പോൾ ചെറിയൊരു ബേബി ഉണ്ട്, 4 months ആയിട്ടുള്ളൂ. നടക്കട്ടെ. എന്തായാലും പ്രൊഫഷൻ ഉണ്ടെങ്കിലും കുക്കിങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടം സൂക്ഷിക്കുന്ന ആളാണ്. ഓക്കെ, ദാറ്റ് ഈസ് ചൂടായ ചട്ടിയിലിട്ട് ചിക്കൻ ഷവർമയിലേക്ക് ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ആദ്യം ഒരു 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഉപ്പ്, കുരുമുളക്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 1/2 hour കഴിഞ്ഞ് വേവിച്ച് പിച്ചെടുത്തതാണ് ഇത്. നമുക്കിനി കുറച്ച് പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട്
ഒന്ന് ചെറുതായി ഗ്രിൽ ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും കടയിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഗ്രിൽ ചെയ്ത പോലുള്ളൊരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഞാൻ ഇവിടെ ഷവർമയിലേക്ക് വെച്ചിട്ടുള്ളത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ലെറ്റ്യൂസ് ഉണ്ട്, കാബേജ്, കുക്കുംബർ ആൻഡ് ഒണിയൻ. പിന്നെ അതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഗാർലിക് പേസ്റ്റ്. ഇത് 3 എഗ് വൈറ്റ്, ഗാർലിക് 2 or 3 അല്ലികൾ എടുത്ത് അതും അതിലേക്ക് ചെറുനാരങ്ങ നീരും സൺഫ്ലവർ ഓയിലും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. കുറച്ച് ഓയിൽ അധികം ഒഴിച്ച് അടിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ഒരു ഇതിൽ കിട്ടും. അടുത്തതായി നമുക്ക് ഷവർമ റോൾ ചെയ്യാം. റോൾ ചെയ്യാനായിട്ട് ആദ്യം ഗാർലിക് പേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കി വെച്ച ഗാർലിക് പേസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഗാർലിക് പേസ്റ്റ് കുബൂസിൽ സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്യാം. ഈ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ് തേച്ച് വെച്ച കുബൂസിലേക്ക് ചിക്കൻ മിക്സ് വെച്ച് എന്നിട്ടിത് റോൾ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യാം. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇങ്ങനെ റോൾ ചെയ്ത്. സ്റ്റൗ ഓണാക്കി പാൻ വയ്ക്കുക. പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇത് ഗ്രിൽ ചെയ്യുക. നമ്മുടെ ഷവർമ ഗ്രില്ലായിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അടുത്തതായി ഉണ്ടാക്കുന്ന 3ാമത്തെ ഡിഷാണ് സ്വീറ്റ് ഡംപ്ലിങ്സ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൈദയും യോഗേർട്ടും ഈസ്റ്റും ചേർത്ത് മൈദ നന്നായി കുഴച്ച് ഒരു ലൂസായ പരുവത്തിൽ, കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ കുഴച്ച് വയ്ക്കുക. എന്നിട്ടതൊരു 2-3 hours ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇതാണ് കിട്ടുന്നത്. നന്നായി കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതിൽ ചെറിയ ബോൾസ് എടുത്ത് നമ്മൾ ഓയിലിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇടയ്ക്കൊന്ന് കൈ വെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നല്ല റൗണ്ട് ഷേപ്പിൽ ഇതായോ കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താണ് ലാസ്റ്റ് വർക്ക്? എല്ലാം ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡംപ്ലിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ടോ? ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നല്ലൊരു ഐറ്റം ആണ് അല്ലേ? അതെ നല്ല സ്വീറ്റാണ്. അകത്തേക്ക് ഉള്ളിലേക്കൊക്കെ പിടിക്കുമോ? കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അബ്സോർബ് ചെയ്യാൻ സാധ്യത ഉണ്ടല്ലേ. പക്ഷെ നിങ്ങളുടെ ടൈം ഇപ്പോൾ ഏതാണ്ട് തീരാറായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 minutes. എത്രയും പെട്ടെന്ന് പണി തീർക്കട്ടെ. അവസാനമായി നമ്മുടെ ഡംപ്ലിങ്സിൽ ചേർക്കാനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ, അതിലേക്ക് 1 കപ്പ് വെള്ളം, 2 ഏലക്കായ, കുറച്ച് ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് ഒരു 10-15 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ നമുക്ക് സിറപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ സിറപ്പിലേക്ക് നമുക്ക് ഡംപ്ലിങ്സ് ആഡ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഐറ്റമായ ഫലാഫിലിൻ്റെ മിക്സാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളകളായി എടുത്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ പരിപ്പ് വടയുടെ ഷേപ്പ്, ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. കടല തന്നെയാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും.
ദിവസങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള സ്നാക്സ് ആണ്. വ്യത്യസ്തമായ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ സ്നാക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ദുബായ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബിക് ഡിഷസ് മാത്രമല്ല, വ്യത്യസ്തമായ പല പല വിഭവങ്ങളും കാണുന്നു. എന്തായാലും നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ നല്ല നല്ല വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും അത് ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇപ്പോൾ കുറച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രസൻറ്റേഷനാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത് ഇന്ന് നിങ്ങൾ കണ്ട വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ബീഗമാണ് ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ബീഗം ഇവിടെ റെഡിയാണ്. ബീഗത്തിന് കളിക്കാം. പ്ലീസ് കം. നല്ല ബ്യൂട്ടിഫുള്ളി ഡൺ. കാഴ്ചയിലൊക്കെ വളരെ ഭംഗിയായിരിക്കുന്നു. താങ്ക് യു. എല്ലാം ഒരു പെർഫെക്ഷൻ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ. ഇത് അത് ഫതയർ ബേക്ക് ചെയ്തതാണ്. ബേക്ക് ചെയ്തിട്ട് മട്ടൺ മീൻസ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇത് തബക്. ആൻഡ് അഗൈൻ അത് നമ്മൾ പാൻ ഫ്രൈഡ് ആയിരുന്നു. അതെ, തവ ഫ്രൈ. ഓക്കെ. ആൻഡ് ഇത് ഹുമൂസ് ആണ്. അതിനൊരു കളർ, പക്ഷെ ഞാൻ ബീട്രൂട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് കളർഫുൾ ആക്കിയതാണ്. ഒന്ന് കുറച്ചൊരു ഇംപ്രവൈസേഷൻ ഫ്രം യുവർ സൈഡ്. ഓക്കെ, നൈസ്. ആൻഡ് ദിസ് വൺ ഫതയറിനെ ഒന്ന് ഫ്രൈഡ് ഫതയർ ആക്കി. അതിന്റെ മറ്റൊരു വേരിയേഷൻ ഇറ്റ്സ് ലൈക്ക് സമൂസ. ഇത് കിബെ. അത് നോർമൽ സ്നാക്ക്, എപ്പോഴും വീറ്റ് ഫലാഫൽ പോലെ വീറ്റ് ഫ്ലേക്സിൽ ചെയ്യും. ഫ്ലേക്സിൽ. അപ്പം ഇതെല്ലാം തന്നെ ഈ ചുരുങ്ങിയ സമയത്തിൽ വിത്ത് അറബിക് സുലൈമാനി ഒന്നും കുറച്ചില്ല, അറബിക് സുലൈമാനി വരെ കൊണ്ടു തന്നിരിക്കുവാണ്. അപ്പോൾ എന്തായാലും 1.5 മണിക്കൂർ സമയത്ത് ഇത്രയും റേഞ്ചിൽ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ബേക്ക് ചെയ്യുന്നു, ഒന്നെന്താ പറയുക തവയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു, അങ്ങനെ അതിനുള്ള സമയം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ വളരെ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആക്ച്വലി. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് കുറേ ടേസ്റ്റിംഗ് ആണല്ലോ. സോ ഇത് ബേക്ക്ഡ് ആൻഡ് ദിസ് ഇസ് യുവർ. ഇതും എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കുറച്ച് മടക്ക് ഉള്ളിലേക്കൊക്കെ? അറിയില്ല, തവ ഫ്രൈ ആണ്. ഇത്രയും തിക്കായിട്ട് വരുമ്പോൾ ഒരു ലെവല് ഓക്കെ, അടുത്ത ലെവലിൽ അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്രയും വെന്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് ടെക്സ്ചർ ഇസ് മിസ്സിങ് ഇൻസൈഡ്. ബട്ട് ദ ഫില്ലിംഗ് ഇസ് ഗുഡ് ആൻഡ് ഔട്ടർ കവറിങ് ഇസ് ഓൾസോ നൈസ്. ആ പുറം ചട്ട വളരെ ഗംഭീരം, ഉള്ളിലും നന്നായിട്ടുണ്ട്. പക്ഷേ ആ ഇടയ്ക്കുള്ളൊരു ഭാഗം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തിന്നറായിട്ടുള്ള ഒരു മടക്കാണെങ്കിൽ ഈ അകത്ത മടക്ക് ഇച്ചിരി കൂടെ തിക്കായി വന്നിരിക്കുന്നു. 2 ലെവലേ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നല്ലൊരു ഐറ്റമാണ്. ആൻഡ് ഇതാണ് മറ്റൊരു കോമ്പിനേഷൻ അല്ലേ, ഫ്രൈ ചെയ്തെടുക്കും. നൈസ്, ടേസ്റ്റി. ആൻഡ് ലാസ്റ്റ് കുപ്പെ ഫുൾ സ്റ്റഫിങ് അല്ലേ? അതെ. എന്താണ് ഉള്ളിൽ മട്ടൺ അല്ല, അതിൻ്റെ ഉള്ളിൽ ബീഫാണ്. മിൻസ്ഡ്. കൊള്ളാം, ഗുഡ്. സുലൈമാനി കുടിച്ചില്ല എന്ന് വേണ്ട. വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബീഗം കുക്ക് ചെയ്തിരുന്ന ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷിയാനയും കുക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് അവരുടെ വർക്ക് സ്റ്റേഷൻ ഓൾമോസ്റ്റ് സെയിം ഏരിയയിലാണ്. ഇപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഇങ്ങനെ പെയറായിട്ട് അടുത്തടുത്ത് നിന്നിട്ടാണ്, ഓരോ 2 പേരാണ് ഒരു കുക്കിംഗ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു പെയറിങ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർ നെയ്ബേഴ്സ് ആയിരുന്നു. പക്ഷെ 2 പേരും ഉണ്ടാക്കിയത് വ്യത്യസ്തമായ വിഭവങ്ങളാണ്. അങ്ങനെ ഒരു പരീക്ഷ പോലെ ഒരു കോപ്പിയടിയൊന്നുമില്ല. കറക്റ്റായിട്ട് ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിന് മാറ്റമൊന്നുമില്ല. 2 ആൾക്കാരും ചെയ്തിരിക്കുന്നത് അറേബ്യൻ സ്റ്റൈൽ ഓർ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്നാക്ക് റൗണ്ടാണ്.
ബട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതും അവർ അത് പാചകം ചെയ്ത് കാണിക്കുന്നത്. എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് വിളിക്കാം. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഷിയാനയുടെ വിഭവങ്ങളാണ്. അപ്പോൾ പ്ലീസ് വരും. എല്ലാം വളരെ ചെറിയ ചെറിയ അല്ലേ, നല്ല രീതിയിലൊരു മിനിയേച്ചർ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വെരി ക്യൂട്ട് ലുക്കിംഗ്. എന്തൊക്കെയാണ്? ദിസ് ഇസ് ദ നോർമൽ ഫിലാഫിൽ. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് തന്നെ പറയാം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് കോമൺ ആണ്. ഒരു അറബിക് സ്നാക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഇത് തന്നെയായിരിക്കും അല്ലേ? നെക്സ്റ്റ് ഷവർമ ഉണ്ടാക്കിയത്. ഷവർമ, ഓക്കെ. ഹോം മെയ്ഡ് ഷവർമ. ദിസ് വൺ സ്വീറ്റ് ഡംബിൾസ്. സ്വീറ്റ് ഡംബിൾസ്, ഫൈൻ. അപ്പോൾ ചെറിയ കാര്യങ്ങളായതുകൊണ്ട് കഴിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കുറച്ച് കഴിച്ചാൽ മതിയല്ലോ അല്ലേ? സിമ്പിൾ. നന്നായിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ജാസ്തിയാണ്, എങ്കിലും ഉപ്പിട്ടത് കൂടുതലായതാണ്. കൂടിപ്പോയി തോന്നിയായിരുന്നു. കുറച്ച് ഹമ്മൂസ് കൂട്ടി കഴിക്കുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ആവും അല്ലേ? ആൻഡ് യുവർ ഷവർമ. ഒരു ടിപ്പിക്കൽ ഷവർമയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് കിട്ടാവുന്ന ആ ഒരു രുചി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, സ്വീറ്റ് ഡംബിൾ. വെരി നൈസ്. മെൽറ്റിംഗ് ഇൻ ദ മൗത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് അതിൻ്റെ സീക്രട്ട്? പഴം വല്ലതും ആഡ് ചെയ്തോ? ഇല്ല. വെരി നൈസ്. ഈസ്റ്റ് വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മളൊരു ഉണ്ണിയപ്പൊക്കെ ചെയ്ത് എന്ത് കിട്ടും അതുപോലെയുള്ള ഒരു സോഫ്റ്റ്നെസ്, അറ്റ് ദ സെയിം ടൈം ക്രിസ്പി ആണെങ്കിലും അതിനൊരു നന്നായിട്ട് ആ ഈസ്റ്റ് പ്രവർത്തിച്ചിരിക്കുന്നു. നോ ഡൗട്ട്. ഇറ്റ്സ് വെരി നൈസ്. ഷുഗറും കറക്റ്റ് പ്രൊപ്പോർഷനിൽ. എനിക്ക് തോന്നുന്നു ഈ 3 കാര്യത്തിലും ഐ പ്രിഫർ ദിസ്. ഏറ്റവും എനിക്കിഷ്ടമായതാണ് സ്വീറ്റ് ആയതുകൊണ്ടൊരു പക്ഷപാതമുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്കൊരു എന്താ പറയുക, ഒരു ചായവുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ബീഗത്തിൻ്റെയും ഷിയാനയുടെയും വ്യത്യസ്തമായ വിഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അടുത്തടുത്ത് നിന്ന് പാചകം ചെയ്തിട്ട് പോലും അവർക്ക് യാതൊരു കാര്യത്തിലും ഒരുപോലെയുള്ള ഒരു സാമ്യതയൊന്നുമില്ലായിരുന്നു. എല്ലാം വ്യത്യസ്തമായിരുന്നു. ഷിയാന ആണെങ്കിൽ എല്ലാം വളരെ മിനിയേച്ചറായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ബീഗമാണെങ്കിൽ വളരെ ഗ്രാൻഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു, വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഓരോ പാചക പരീക്ഷണവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി നാളെ കൂടുതൽ കാഴ്ചകളുമായി ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.